ഹായ് മക്കളെ, എല്ലാവർക്കും ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലോട്ട് വീണ്ടും വീണ്ടാമതും പിന്നെയും സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകും. ചോദ്യം വരട്ടെ. സർ, ഇത് ചോദിച്ചിട്ടുള്ള എവിടെ നിന്നാണ് മക്കളെ? നമ്മുടെ പരാതജീവനം, പ്രിഡേഷൻ, അതൊക്കെ വരുന്ന സാധനം എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് അഥവാ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എന്ത് പറഞ്ഞു, ഇത് ഫില്ലിംഗ് ദ ബാങ്ക് ചെയ്യുക. എൻ്റെ മക്കളോട് പറയട്ടെ, നമ്മുടെ എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ്, നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ എത്ര? 5 എണ്ണമാണ്. ഏതൊക്കെയാണ് സാറേ? പ്രിഡേഷൻ, ഇരപിടുത്തം; പാരസൈറ്റിസം, പരാതജീവനം; കോമ്പറ്റീഷൻ, മത്സരം; മ്യൂച്വലിസം, എന്താണ് മ്യൂച്വലിസം തന്നെ; പിന്നെന്താണ് കമൻസലിസം തന്നെയാണ്. ഈ 5 സാധനങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. അതറിയുമെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ പുഷ്പം പോലെ പുട്ടുപോലെ ഉത്തരം എഴുതും. നോക്കിയാലോ, എന്താണ് ഇൻ്ററാക്ഷൻ? പാരസൈറ്റിസം. അതിന് പ്രത്യേകത എന്താണ്? പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ജീവി മറ്റു ജീവിൻ്റെ ഉള്ളിൽ ഓസിക്ക് ജീവിക്കല്ലേ, അല്ലെ? ഓസിക്ക് കിട്ടിയാൽ ആസിഡും വിഷും, ഓസിക്ക് ജീവിക്കുന്നു എന്ന് വെച്ചാൽ ഒരാൾക്ക് ഗുണകരം, മറ്റേ ആൾക്ക് ദോഷകരമാണ്. ഒരാൾക്ക് വരട്ടെ ചോപ്പേക്കട്ടെ. ഒരാൾക്ക് ഗുണകരമാണ്, ബെനഫിഷ്യലാണ്. മറ്റേ ആൾക്ക് എന്താണ്? രണ്ടാമത്തെ ആൾക്ക് ദോഷകരമാണ്. ദോഷകരം. റെഡി അല്ലേ? അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? പാരസൈറ്റിസിന് എക്സാമ്പിൾ എന്താ മക്കളെ? മാംഗോ ട്രീയും ലൊറാന്തസുമാകുന്നു, അഥവാ മാവും ഇത്തിൽ കണ്ണിയുമാകുന്നു. മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, റെഡി. മാവും അഥവാ മാംഗോ ട്രീയും ലൊറാന്തസുമാകുന്നു. മാവും മരവാഴയും വരുന്നതുണ്ട്, മാവും വാണ്ടയും വരുന്നുണ്ട്. അതെവിടെയാണ്? കമൻസലിസത്തിലാണ്. മാറിപ്പോകരുത്. ഓക്കെ. ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് നെയ്തർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു അനദർ. ഇത് ഞങ്ങൾക്കറിയാം സാറേ. ഒരാൾക്ക് ഉപകാരമുണ്ട്, മറ്റാൾക്ക് ഉപദ്രവം ഇല്ല. അത് കമൻസലിസമാണ് സാർ. അത് കമൻസലിസം. യെസ്, നമ്മൾ പറഞ്ഞു കമൻസാലിസ്. ഉദാഹരണം നേരെ മേലെ പറഞ്ഞു. എന്താണ് സാറേ? അത് മാവും മരവാഴയുമുള്ള ഇൻ്ററാക്ഷൻ ആണ്. മാവും മരവാഴ. സാറേ, മരം എന്ന് പറയുമ്പോൾ ട്രീ, വാഴ എന്ന് പറയുമ്പോൾ ബനാന. സർ, ബനാന ട്രീ ആണോ? ട്രീ ബനാനയാണോ? അല്ല. ഇതെന്താണ് മക്കളെ? ഇത് മാംഗോ ട്രീയും വാണ്ടയാണ് കേട്ടോ, മരവാഴ. പിന്നെന്താണ്? ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ. പൂവും പൂമ്പാറ്റയും തന്നിട്ടുണ്ട്. സാറേ, പൂവും പൂമ്പാറ്റയും തമ്മിൽ നല്ല ടീമാണ്. അവരെന്താണ് സാറേ? മ്യൂച്വലിസമാണ്. അവർ തമ്മിൽ എന്തുണ്ട്? രണ്ടാൾക്ക് ഉപയോഗവും ഉപദ്രവമല്ല, രണ്ടാൾക്ക് ഉപയോഗങ്ങളുണ്ട്. എന്താണ് സാർ? അതിൻ്റെ പേരാണ് മ്യൂച്വലിസം. നമുക്കറിയാം, നമുക്ക് മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടാവാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കേട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബയോ എടുത്ത് നോക്കുമ്പോൾ അവിടെ മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 2 പേരുടെയും ഫ്രണ്ട്, രണ്ടാൾക്കും ഉള്ളത്, അല്ലേ? രണ്ടാൾക്കും ഉപയോഗമുള്ള ആൾക്കാരല്ലേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കാണാറുള്ളത്. അതെ, ഇതെന്താണ്? മ്യൂച്വലിസം. രണ്ടാൾക്കും ഉപയോഗമുണ്ട്. നമ്മൾ എഴുതുന്നു ബെനഫിഷ്യൽ ടു ബോത്ത്, രണ്ടാൾക്കും ഉപകാരമുള്ളത്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? 5 ഇൻ്ററാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിഡേഷൻ, പാരസൈറ്റിസം, കോമ്പറ്റീഷൻ, മ്യൂച്വലിസം, കമൻസാലിസം. ഇരപിടുത്തം, പരാതജീവനം, മത്സരം, മ്യൂച്വലിസം, കമൻസാലിസം. എല്ലാത്തിൻ്റെയും എന്ത് പഠിക്കണം? പ്രത്യേകതകൾ പഠിക്കണം. അതിൻ്റെ എക്സാമ്പിളും പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം ദാ പിടിച്ചോ. അടുത്ത ചോദ്യം ദാ വരുന്നു. എന്താണ്? വാട്ട് ആർ ദ കണക്റ്റഡ് ടിഷ്യൂസ് ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണുന്ന യോജക കലകൾ ഏതൊക്കെ? കണക്റ്റഡ് ടിഷ്യൂസ് ഏതൊക്കെ? നമ്മുടെ ശരീരത്തിൽ 4 കണക്റ്റഡ് ടിഷ്യൂസ് ഉണ്ട്. എൻ്റെ മക്കൾ നോക്കിക്കോ. 1, 2, 3, 4. യെസ്. ഒന്നാമത്തെ ആള് അത് ബോണാണ്, അസ്ഥികളാണ്. അസ്ഥി. രണ്ടാമത്തെ എന്താണ് സർ? രണ്ടാമത്തത് കാർട്ടിലേജ് ആണ്, തരുണാസ്ഥിയാണ്. തരുണാസ്ഥി. പിന്നെ ആരാണ്? മൂന്നാമത്തെ ആരാ മക്കളെ? മൂന്നാമത്തത് ഫൈബ്രസ് ടിഷ്യൂസ് ആണ്. നാരുകലകൾ, ഫൈബ്രസ് ടിഷ്യൂസ്. നാരുകലകൾ. പിന്നെന്താണ്? നാലാമത്തത് ബ്ലഡാണ്, രക്തം. രക്തമാണ് സാറ്. 4 യോജകലകളാണ് നമ്മൾ എന്തുള്ളത് മനുഷ്യ ശരീരത്തിലുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? അസ്ഥി, തരുണാസ്ഥി, നാരുകലകൾ, രക്തം. ബോണ്, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂസ് ഓർ ബ്ലഡ്. നോക്കിയാലോ, ഇതിനൊക്കെ ഫങ്ഷൻസ് എന്താണ് എൻ്റെ മക്കൾ പഠിക്കണം. നമ്മുടെ ബോണും കാർട്ടിലേജും അസ്ഥിയും തരുണാസ്ഥിയും നമ്മളെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ചെയ്യുന്നു, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് അവരുടെ ഫംഗ്ഷന്. ഫൈബ്രസ് ടിഷ്യൂസ് ബാക്കിയുള്ള ടിഷ്യൂസുമായി കണക്ട് ചെയ്യുന്നു. പിന്നെന്താണ്? രക്തം പദാർത്ഥ സമൂഹത്തിന് സഹായിക്കുന്നുണ്ട്, കണ്ടക്ഷൻ സഹായിക്കുന്നുണ്ട്, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട്. ആ ഫങ്ഷൻസ് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകണം. അടുത്ത ചോദ്യം വരട്ടെ.
യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യം എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് കണക്ടിവിറ്റി ഇഷ്യൂ. ഈ രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന, പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധവും ചെയ്യുന്ന ഈ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജകകലകൾ ആരൊക്കെയാണ്? എൻ്റെ മക്കളോട് ഞാൻ ഇപ്പോൾ പറഞ്ഞ് നാക്കുള്ളിൽ ഇട്ടതേ ഉള്ളൂ. ആരാണ് അത്? ബ്ലഡ് ആണ്. ബ്ലഡ് ആണ്, രക്തമാണ്, രക്തം. യെസ്, റെഡി മക്കളെ? എൻ്റെ മക്കളെ എന്ത് മക്കളെ, നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസും പ്രൊഡിക്ഷൻ ലൈവുകളും നമ്മളെ റിവിഷൻ ക്ലാസ്സുകളെല്ലാം പക്കയായിട്ട് കേട്ടിട്ട് എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല പോലെ പരീക്ഷ ചെയ്താൽ എല്ലാവർക്കും എന്ത് കിട്ടും മക്കളെ? ഫുൾ A+ കിട്ടും കേട്ടോ. സെറ്റാക്കുക.